ഇത്തരം ബന്ധത്തിൽ പെട്ടുപോയിട്ട് ലാഭം കരച്ചിൽ മാത്രമായി വാങ്ങിക്കൂട്ടാനായി നിന്നുകൊടുക്കരുത്. കരഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളെ കരയിച്ചവർ നിങ്ങളുടെ കരച്ചിൽ കാണുന്നു പോലുമില്ല, അറിയുന്നു പോലുമില്ല. നിങ്ങളുടെ ഇമോഷണൽ കണ്ടീഷൻ എന്താണെന്ന് ചിന്തിക്കുന്നു പോലുമില്ല. ഒന്ന് വിചാരിക്കേണ്ടത്, ആത്മാർത്ഥമായ സ്നേഹം നിങ്ങളോട് അവർക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണ് നനയിക്കുവാൻ ഒരിക്കലും അവർ ഇടയാക്കുകയില്ല. ശരിയല്ലേ? ഒരാളിലേക്ക് മാത്രമുള്ള സ്നേഹം നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് സ്നേഹിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്. അത്രമാത്രം പ്രയോറിറ്റി നിങ്ങൾ അവർക്ക് കൊടുത്തതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രമാത്രം വേദനിക്കുന്നത്. അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ തീർച്ചയായും ഹൃദയം പൊട്ടുന്ന വേദന ഉണ്ടാകും. കരഞ്ഞു തീർക്കുക അല്ലാതെ വേറൊരു വഴിയില്ല. നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ സങ്കടങ്ങളെ, നിങ്ങളുടെ പ്രയാസങ്ങളെ മുഴുവനും അലിയിച്ച് കളയാൻ പാകത്തിന് കരഞ്ഞു തന്നെ തീർക്കുക. അതിനുശേഷം ഒരു തീരുമാനമെടുക്കുക. ഇനി ഈ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ കരയുകയില്ല എന്നുള്ള ഉറച്ച ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ബന്ധങ്ങളിൽ പെട്ട് ഒടുങ്ങിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക. വേണ്ടായിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, എന്നാൽ വേണ്ട എന്ന് വെക്കാനും പറ്റാത്ത ഇത്തരം ബന്ധങ്ങളിൽപ്പെട്ട് കുടുങ്ങിപ്പോകാതിരിക്കുക. Crying doesn't change anything, but it cleanses your heart for a new beginning.